ഏട്ടാ എവിടെ പോയി കിടക്കണത്? വല്ലാത്ത കഷ്ടമാണല്ലോ. ഇല്ലേ പിന്നെ എങ്ങോട്ടെങ്കിലും പോണ്, ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് പോവാം. കഷ്ടം തന്നെ, എല്ലാം കൂടെ പോയേക്കാണ്. അതാണല്ലേ ഒരാവശ്യത്തിന് വിളിച്ചാൽ ജമ്മൻ ചെയ്ത് എടുക്കത്തില്ലല്ലേ, അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്തിനാടാ ഇതിന്റെ കയ്യിലൊക്കെ ഫോണ്? അയ്യോ, ഇനിയിപ്പോ വയ്യാത്ത കാലം കൊണ്ട് എന്തിനാ ഞാൻ അവിടെ നടന്നു വന്ന്? ആരും വയ്യ, എല്ലാവരും നീ അവിടെ പോവായിരുന്നു, തിരിച്ചു പോവാ, അത് നടക്കും. അയ്യോ, ശരിക്കും ഗൾഫിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചാ? പിന്നെ സംഭവിച്ചാന്ന് നിനക്ക് എന്തൊക്കെ അറിയണം? ഇനിയും കുറെ കഥയുണ്ടേ. സൂപ്പർ സ്റ്റോറീസ് ഗൗരി. പക്ഷെ നേരത്തെ പറഞ്ഞാലും ഭയങ്കര വിറ്റായിരുന്നു കേട്ടാ. ഇനിയുണ്ട് കുറെ. അമ്പാടിയാനാടി ആടി പറഞ്ഞല്ല പറഞ്ഞ വരവ് നോക്ക്. ഇത് വയ്യാത്ത കാലം വെച്ച് ഇവിടെ വന്നിട്ട് അടങ്ങിയൊതുക്കി അകത്തിരുന്നൂടി. അതെങ്ങനെ അടങ്ങിയോതി ഇരിക്കൂലല്ലോ, ചുമ്മാ അങ്ങ് എങ്ങോട്ടെങ്കിലും തെണ്ടി തിരിഞ്ഞ് നടക്കണം, ശീലമായിപ്പോയി. ഞാൻ തന്നെ തിരിഞ്ഞു നടക്കണേ. ഇപ്പൊ നിങ്ങൾ എവിടെയാണോ തന്നെ തിരിഞ്ഞിട്ട് വരുന്നേ? நாங்க பொருள் வாங்க போனோம். நான் போறேன்னு சொன்னப்ப இவங்க கூட வரேன்னு சொன்னாங்க. എന്നിട്ട് പൊരുളൊക്കെ വാങ്ങിയ? வாங்கினோம், എന്നിട്ട് ജോളിയാ വന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. പിന്നെ എന്താണ് എല്ലാരും കൂടെ വളഞ്ഞു കൂടിയെന്നൊരു സംസാരം? എവിടെ പോയതാ? ഞാൻ ചുമ്മാ അങ്ങോട്ട് പോകാൻ പോയത്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള പണി, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അത് തന്നെ, ചുമ്മാ ലച്ചു കുഴിപ്പള്ളത്ത് പോലെ എന്നിട്ട് ചുമ്മാ ഇങ്ങനെ വരൂലേ, അതുപോലെ തന്നെ ഉള്ളൂ ഇതും. രണ്ടുപേർക്കൊരു പണിയൊന്നും ഇല്ലല്ലേ. ഏയ്, നിങ്ങൾ എന്തായാലും പോയതോ പോയി, ഒന്ന് ചോദിച്ചിട്ട് പോരണ്ട, പോണ്ടായിരുന്നോ? ആരുടെ അടുത്ത് ചോദിച്ചിട്ട് പോവാൻ? അല്ല ലച്ചുവേ, ഇവിടെ ഉള്ള ഒരേ ഒരു ആൺതരി അവനല്ലേ, അപ്പൊ അവന്റെ അടുത്ത് ചോദിക്കാൻ പറയാ വേണ്ടേ? ആൺതരിയാ? അവനെക്കാളും മൂത്ത പെൺതരിയാണ് ഞങ്ങള്, അതുകൊണ്ട് ചോദിച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതന്നെ, അവനോട് ചോദിക്കേണ്ട യാതൊരു കാര്യമില്ല. എടാ കേശു, നീ അവര് പറയണ കേട്ടോ അടങ്ങി ഒതുങ്ങി അതിനകത്തിരുന്നോ, അവരെല്ലാം തീരുമാനിച്ചോളും കേട്ടാ. கேசு, நீ எவ்வளவு நேரமா நிக்கிற? உனக்கு கால் வலிக்காதா? உள்ள போ கேசு. അതൊരു പോടാ. പറഞ്ഞിട്ടില്ല കയറിപ്പെടാത്ത്. എന്റെ പൊന്നു വാസ്യങ്ങളെ, ഞാൻ അകത്ത് പിടിച്ചിരുത്തിയതാ, എന്റെ കണ്ണേറ്റപ്പത്തേക്ക് ഇറങ്ങിപ്പോയി. ചേട്ടാ അതോ ഇരിക്കേട്ടാ. എടാ കയറിപ്പോടാ, കൊച്ചു പറഞ്ഞ കേട്ടില്ലടാ. കൊച്ചു കുട്ടികളെ പറഞ്ഞാലും നീ കേൾക്കണം, അതും പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച്. ഞാൻ പോവാന്ന് ചേട്ടാ, എന്നെ എല്ലാവരുടെ വീട്ടിനകത്തേക്ക് അടച്ചു പൂട്ടിയിടാന്ന് വിചാരിക്കണ ചേട്ടാ. எனக்கு நிறைய வேலை இருக்கு, நான் உள்ள போறேன். கேசுக்கு கரெக்ட் டைம்ல ஃபுட் கிடைக்கலன்னா அவனுக்கு கோவம் வரும். എനിക്കെന്താ വാങ്ങിച്ചേ? നിനക്ക് മേടിച്ചത് തരാം, ബാ. ഡേയ് വരണില്ലേ? കാലം വയ്യാതെ ഇവിടെ കയറി നിക്കാതെ. എടാ അമ്മായി പറഞ്ഞതും കേറടാ, കാലും കടച്ചാണ്ടി വേദ കേറി പോടാ, അമ്മായിരെ പുറകെ പോ, ചെല്ല്. കഷ്ടം കഷ്ടം കഷ്ടമാണടാ. എന്തൊരു കഷ്ടമൊന്നും. എന്തൊരു കഷ്ടമെന്നാ മക്കളെ, നീ വാ. എടാ മാവനടാ വിളിക്കണ, വാടാ. നോക്കി 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 ഡേയ്, ശ്രദ്ധിക്കണം കേട്ടാ, ഇത് പഴുക്കാൻ നോക്കണം. സെപ്റ്റിക്കായ പഴുപ്പങ്ങൾ മേളിലോട്ട് കയറും, കാലുവരെ മുറിക്കേണ്ടി വരും. എടാ അല്ലെന്ന്, പല കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. കുഴപ്പമില്ലല്ലോ അല്ലേ? തട്ടിയാ നോക്കണേ, നല്ല വേദന ഉണ്ടോടാ? വേദന ഉണ്ട്. ആ പോട്ട് മക്കളെ, കണ്ട ഇവിടെ ഇത് കണ്ടല്ല, ഇവിടെ ഉണ്ട് ഇതിന്റെ താഴെ ഒരു 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 അടി താഴെ, ഇവിടെ നിന്ന് ഒരു 3 അടി മേളിൽ ഇവിടെ ഒരു ബോർഡ് വെക്കണം. അതിലിങ്ങനെ എഴുതി വെക്കണം പെൺവീടെന്ന്. മനസ്സിലായ? പെൺവീടെന്ന് എഴുതി വെക്കണോന്ന്. ഇത് ഇഷ്ടപ്പെട്ടില്ലേ? എടാ ഇനി അതാണ് നല്ലത്. എടാ കേശു, നീയൊക്കെ തീർന്നടാ. എടാ ഇവിടെ ഇപ്പൊ പെൺവീടണോ നടക്കണം അല്ലെന്ന് പറയാൻ മോനക്ക്. ആ ഒരുത്തം ഉണ്ടായിരുന്ന പോയി ഉശിരുള്ളവൻ. അതുപോലെ ഒരു പുലിക്കുട്ടിയാവും വിചാരിച്ചാണ് നീ ഇപ്പൊ എലിക്കുട്ടിയാണ്. ഇനി അവനൊക്കെ ഒന്നേ ചെയ്യാവുള്ളൂ. അവ ഇത്ര പറയണ കേട്ടോണ്ട് ഉള്ളത് മാറ്റി തിന്നോണ്ട് 3 നേരം തിന്നാൻ മിണ്ടായിരിക്കുക. ഇല്ലെങ്കിൽ എല്ലാം കൂടെ നിന്നെ തൂത്ത് കൂട്ടിക്കളയും. പറഞ്ഞ മനസ്സിലായ? പോയടാ, ഒതുങ്ങിക്കോ, ഇതോടെ തീർന്ന്, ഒരു പ്രശ്നത്തിനും പോണ്ട, നടക്കണ്. എടാ ഇനിയിപ്പോ എന്താന്നറിയാ, വേണ്ടേ ആ ആരോ പറഞ്ഞിട്ടല്ല, ആ കൊച്ച് പാറു പറഞ്ഞിട്ട് മരവാഴ. ഞാൻ അതോ പോയപ്പോ നിന്റെ കൂട്ടുകാരൻ ചോദിക്കണം ആ മരവാഴ എവിടെ ഉണ്ടാന്ന്. കേശു യാവന എന്ത്, മറ്റവൻ, അവന്റെ പേര് വിൻസെന്റ് തോമസ്. എടാ പോടാ ഇറക്കാ. എടാ ഞാൻ ഒരു കാര്യം പറയാം കേശു, ഇപ്പൊ നീ ഒരു പിടി പിടിച്ചില്ലെങ്കിൽ നിൽക്കൂല. നീ ഇനിയെങ്കിലും ഒന്ന് ആണാവ്, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. നിന്നെ പിന്നെ വിളിക്കാൻ പോണ വിളിയെന്ന് അറിയാമോ? പെൺകേച്ചു എന്നായിരിക്കും. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. എടാ പെണ്ണുങ്ങളുടെ വാക്കുകൾ കേട്ട് മര്യാദയ്ക്ക് മാനമായിട്ട് ജീവിക്കുന്ന കേശു അല്ലേ? അത്ര ഉദ്ദേശമുള്ളൂ. ഞാൻ അടുത്ത അല്ല മീശൻ താടിയൊക്കെ ഊതിയാ പോവാൻ നോക്കിയത്. അവൻ വച്ചോണ്ട് നടക്കണം അവന്റെ മീശൻ താടി. എടാ ഇപ്പൊ പിടിച്ചാണ്, ചെല്ലു പോ. എടാ കൊച്ചു വരെ പറഞ്ഞില്ലേ കയറി പോടാന്ന്. അവള് കേറിപ്പോ കേസ് ചേട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ പറയും, നാളെ പോലെ പറഞ്ഞു തുടങ്ങും കയറി പോടാന്ന്. മാനം കേട്ടോ. പോ മരവാഴ എന്ന് വിളിപ്പിക്കല്ലേ. ആണുങ്ങൾ എന്താന്ന് കാണിച്ചു കൊടുക്കണം. ഈ ഒരു പുരുഷ പ്രകൃതിയാണ് നീ, സൂക്ഷിച്ചോണേ. പോട്ടെ. കഷ്ടം കഷ്ടം യേശുവിന്റെ കാര്യം.
അങ്കിള് പറഞ്ഞാൽ ശരിയാണ്, മാറ്റിപ്പിടിക്കണം. പാറ് പാറ് പാറോ എടി പാറ് എന്താ മൂട്ടി വന്നിട്ടാണ് വിളിയാക്കുന്നത്. ഒരാൾ വിളിച്ചാൽ ഞാൻ ആദ്യം വിളിയാക്കണ്ടേ? ചേട്ടൻ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ വിളിയാക്കണോ? കുത്തരം പറയണ അടിച്ചിട്ട എന്തൊരു കഷ്ടം ഇത്. എന്തൊരു കഷ്ടമെന്നാ പക്ഷേ നീ ഇപ്പൊ പഠി. കാര്യമായി ഇവിടെ വാ. എന്ത് ഇവിടെ വരാൻ. കാര്യം പറയടാ. ഇവിടെ വരാൻ വിളിച്ചാ വരാൻ പറ്റൂലേ? അങ്ങനെ മര്യാദക്ക് വാ. ഇതൊന്ന് മര്യാദിക്കാ. അല്ല വരാൻ. കാര്യം പറ. ഗൗരവമായി ഇപ്പൊ അച്ഛനെ അമ്മയൊക്കെ വിളിക്കാറുണ്ടോ? ഞാൻ ചോദിച്ചത് മനസ്സിലായില്ല എന്നുണ്ടോ? ഗൗരിയമ്മായി അച്ഛനെയും അമ്മയും ഒക്കെ വിളിക്കാറുണ്ടോ? ഇല്ല, അവരിങ്ങോട്ട് വിളിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച വിളിച്ച്. വല്ലപ്പോഴും അങ്ങോട്ടും വിളിക്കാം, അതിൽ തെറ്റില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതൊന്ന് ഓർപ്പിക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിനക്ക് എന്തടാ? ഞാൻ അങ്ങനെ കുഴപ്പമുണ്ടെന്ന് നിന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം ലച്ചാച്ചേ 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 എന്താ? ഞാൻ പോണു. അമ്മയോടെ പോണു. എന്താ നിനക്ക്? ഞാൻ പോവാൻ പറഞ്ഞ. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോവും. കാര്യം എന്ത്? ഞാൻ അങ്ങനെ പോവാൻ പറയാം. അമ്മായി പോവാൻ പാടുണ്ടോ? നിനക്ക് എന്തടാ? ഞാൻ എന്തിനോട് ചുമ്മാ ഇരിക്കുന്നത്? ചുമ്മാ നിൽക്കണ എന്തിനല്ലേ? ഓ, മക്കള് റൂമിൽ പോയിട്ട് പഠിക്കാൻ പോവായിരിക്കും. ഈടായിട്ട് പഠിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് കാണണില്ലേ? ചേട്ടന് കാണാൻ വേണ്ടി ഞാൻ പഠിക്കണോ? ഇതിനെ എവിടെ പോണു? എന്താടാ നിനക്ക്? വാ വാ. ഇവിടെ അവിടെ ഇല്ലേ? അങ്ങോട്ട് നിൽക്കാൻ. കുറച്ചുകൂടെ ഇങ്ങോട്ട് നിൽക്കേച്ചി. നിനക്ക് എന്താടാ? നീ എന്തിനാണ് എല്ലാരും വിളിച്ച് ഈ അടുപ്പ് കൂട്ടണ പോലെ നിർത്തിയാക്കണേ? നിങ്ങൾ കുറച്ചുനേരം അങ്ങനെ നില്ലേ? ഇതുവരെയായിട്ടൊന്ന് ഞാനും നോക്കട്ടെ. കനകാന്റെ കനകാന്റെ என்ன கேசு? അവിടെ ആയിക്കണോ? ഞാൻ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു? ഇങ്ങോട്ട് വാ ആന്റി. இதுக்கு என்ன கூப்பிட்ட? ഡേയ്, ഞാൻ പോട്ടാടേ. എങ്ങോട്ട്? റൂമിലോട്ടാ? അവിടെ എന്തിനാ ചീനിക്കിഴങ്ങ വെച്ച് വെച്ചേക്കണ? ചീനിക്കിഴങ്ങ് മാത്രമല്ല, കൂവക്കിഴങ്ങും ഉണ്ട്. എന്ത് വേണോ? വേണ്ട, അവിടെ വെക്ക്, ഞാൻ പറയാം. അപ്പൊ എടുത്തത്. கேசு, எதுக்கு என்ன கூப்பிட்ட? ആന്റി എന്തിനാ ആന്റി 24 മണിക്കൂർ ആ കിച്ചണിൽ കയറിയിരിക്കണത്? அது இல்லாம நான் வேற என்ன பண்ணேன்? പാറമടി ചാടി 2 റൗണ്ട് നീന്തിയിട്ട് വാ. ലച്ചേച്ചേ, ഒരു ഗ്ലാസ് ചൂടോളം എടു. கேசு, நான் எடுக்கிறேன் கேசு. ഞാൻ ആന്റി അടുത്ത് പറഞ്ഞ? ചേച്ചി എടുത്തല്ല ഞാൻ പറഞ്ഞു. ആന്റി അടുത്ത് എന്താണ് കുഴപ്പം? ഞാൻ ചേച്ചി എടുത്താണോ പറഞ്ഞേ? അപ്പൊ ചേച്ചി എടുത്താ മതി. കാര്യം പറഞ്ഞാ കേൾക്കാൻ വയ്യ. ചെല്. അങ്ങനെ മര്യാദയ്ക്ക് പോണം. ആന്റി ഇപ്പൊ ഹോട്ടലിൽ പോയിട്ട് എത്ര ദിവസമായി? எதுக்கு கேசு கேக்குற? ഞാൻ ഇപ്പൊ എന്തിനാണ് ചോദിച്ചത്? ஹோட்டல்ல போயிட்டு எவ்வளவு நாள் ஆச்சு? എന്നാ അതിന് മാത്രം കൂടെ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. கொஞ்ச நாள் ஆச்சு. കൊഞ്ചം നാളാച്ച്. മധുരയിൽ നിന്ന് ഇവിടെ വരെ വണ്ടി വിളിച്ചു വന്ന എന്തിന്? വീട്ടുപണി ചെയ്യാനാ? இது வீட்டு வேலை இல்லையே, இது நம்ம வீடு தானே. അതൊക്കെ നല്ല കാര്യം തന്നെ. ആന്റി നാളെ ഹോട്ടലിൽ വരെ പോകണം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി. അടുത്ത കാര്യങ്ങളൊക്കെ നോക്കിയിട്ടെ. ഡേയ്, അത് നീ തീരുമാനിച്ചാ മതിയാ? നീ ആറാ? ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹോട്ടലിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ചൂടുവെള്ളം കൊണ്ടുവന്ന് വായ വെച്ചിട്ട് ഉണ്ടായിരിക്കണേ. നീയോട് സംസാരിക്കല്ലായിരുന്നോ? പിന്നെ ചൂടുവെള്ളം എന്ന് പറഞ്ഞുകൂടെ? വേണമെങ്കിൽ എടുത്ത് കുടിക്കടാ. പിന്നെ ഇവിടെ ചൂടില്ലല്ലേ? ചൂടുണ്ടല്ലോ. ഇതാ ചൂട്, ഇതാ ചൂട്. ചൂടില്ല, ചൂടായി കൊണ്ടുവാ. നിന്റെ കാല് വയ്യാതിരിക്കണോണ്ട് മാത്രമാണ് കേട്ടാ. നീ ഇപ്പം എന്താ? നീ 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 ഞാൻ നീ ചേച്ചി അനിയൻ. പോയി ചൂടായിക്കൊണ്ട് വാ ചേച്ചി. ചൂടുവെള്ളം. ചൂടില്ല. കൊണ്ട് എന്താ നോയിക്കൊണ്ടിരിക്കണ? പോയി പടി. എന്തൊരു നോയിക്കൊണ്ടിരിക്കണത്? ചെല്ല റൂമിലോട്ട് എന്താന്ന് വെച്ചാൽ അവി കപ്പ കിഴങ്ങ ചീനി കിഴങ്ങ എന്താന്ന് വെച്ചാൽ ചെല്ലി പോ. கேசு, நான் கிச்சன்ல போகவா? ഞാൻ പോവാൻ പറഞ്ഞ? அப்படின்னு நம்ம இப்போ உட்காந்து பேசலாம். വേണ്ട, പോക്കോ. എന്നാ
ചൂടാക്കിയാ ഇവളല്ലേ അങ്ങോട്ട് പോയത് ഇത്ര ഇട്ടെന്നാ കുടിക്കടാ. വെയ് 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 വെച്ചിട്ട് പോ വെച്ചിട്ട് വെച്ചിട്ട് പോ പൊക്കോ. വിളിച്ചെന്തിനാ അവിടെ തന്നെ വാഴപ്പണ്ടി ഇരിക്കുന്ന പോലെ നിൽക്കുന്ന വായ അങ്ങോട്ട്. ചൂടൊന്നും ഇല്ലേ എടുത്തോണ്ട് പോയി ചൂടായിക്കൊണ്ട് വാ. എന്തൊരു കഷ്ടവും ചൂടാക്കുക. എവിടെ എന്തിനാ ഗ്യാസ് ഇല്ലേ? ഇല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടല്ലോ ചൂടാക്കുക. ചൂടുണ്ടോ? ഇല്ല ഞാൻ ഇവിടെ കാല് പെട്ടെന്ന് ഇത് തട്ടി അങ്ങനെ കരഞ്ഞത്. പിന്നെ പച്ചവെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് ചൂട് പോലും പോയി ചൂടാക്കി ചേച്ചി പോയേച്ചി. എന്തായാലും ഒന്ന് പേടിച്ചിട്ടുണ്ടല്ല. കണ്ണാണ്ടേ എന്ത് ചെയ്യണ? வெஜிடபிள்ஸ் கட் பண்ணிட்டு இருக்கேன். ബാക്കിയുള്ളവരൊക്കെ അവിടെ ரூம்ல இருப்பாங்க. എന്തോന്നിത് കനകാണ്ടി? ഒരു ഫ്രിഡ്ജിനകടെ കിടപ്പാണോ അത്? அது க்ளீன் பண்றதுக்கு இருக்கு கேசு. ക്ലീൻ പண்றതൊക്കെ ഇருக்கு. തണുത്തിട്ട് പോലും ഇല്ല. ഫ്രിഡ്ജ് എങ്ങനെ തണുക്കും? ഇതിനു വേണ്ടി സാധനം കയറ്റി ഇതിനകത്ത് വെച്ചിരുന്ന ഇതെന്തരുത്? வெஜிடபிள்ஸ். പഴയതാണോ? ஆ. പഴയ വെജിറ്റബിൾസ്. ഞാൻ എന്താ ഇപ്പൊ വരാവേ? என்ன பண்ண போற? ആ വെജിറ്റബിൾസ് കട്ട് ചെയ്യണോ? ഇങ്ങോട്ട് ഞാൻ കട്ട് ചെയ്യാം. வேண்டாம் கௌரி, நான் பண்ணிக்கிறேன். ഇല്ല ചേച്ചി ഞാൻ ചെയ്യാം. வேண்டடா, சிம்பிள் தானே இது. கேசு கவரிங்க ഞാൻ അടുത്ത് വിളയെറിഞ്ഞു. வெளியில எறிஞ்சியா? വിളയെ തന്നെ എറിഞ്ഞത്. പഴയ പച്ചക്കറി തന്നെ പറഞ്ഞേ. ஷூ, அதுல நல்லதும் இருந்தது. എന്തോന്നാണ്? கௌரி ஃப்ரிட்ஜ்ல இருந்த பச்சைக்கறி எடுத்து தூக்கி வீசிட்டான். എന്തോന്നാണോ നിനക്ക്? അതെന്തിനാ നീ എടുത്ത് പുറത്തെറിഞ്ഞ്? ഫ്രിഡ്ജിൽ എന്തൊരു സാധനം കിടക്കണമെന്ന് അറിയൂ? അതുകൊണ്ട് പഴയ പച്ചക്കറി എന്ന് പറഞ്ഞെടുത്ത് പുറത്തു കളഞ്ഞു. എടാ ക്യാരറ്റും ബീട്രൂട്ടും നല്ല ഉണ്ടായിരുന്നടാ. രണ്ടും തക്കാളി മാത്രമേ പഴകിയതുണ്ടായിരുന്നുള്ളൂ. ആ ഇനിയിപ്പം എന്തായാലും പോയത് പോയി പോട്ട്. ഏയ് നില്ലേ ഇപ്പൊ നോക്കണം വീണ. ഒരു ഫ്രിഡ്ജ് തുറക്കുമ്പോ ഇതിനു വേണ്ടി സാധനങ്ങൾ ഇതിനകത്തൊന്ന് വീഴാൻ പാടുണ്ടോ? തിക്കി നിരത്തി വെച്ചേക്കാണ്. ഒന്നും അല്ലെങ്കിൽ ഇത്രയും പെണ്ണുങ്ങളുള്ള വീടല്ലേ, ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ? എന്താ ആണുങ്ങൾക്ക് ചെയ്തൂടെ? എന്തോ ആണുങ്ങൾക്ക് ചെയ്തൂടെന്ന്? ജംഗ്ഷൻ പോയി 10 ആണുങ്ങളെ വിളിച്ചോണ്ടോ? എന്തിന് 10 പേര് നിനക്കങ്ങ് ചെയ്തൂടെ? നിങ്ങൾ ഇത്രയും പേരുള്ളപ്പോ ഞാൻ എന്തിനു ചെയ്യണേ? അത് നിനക്ക് ചെയ്താ പറ്റൂലേ? പറ്റൂലേ? ഇല്ല. എന്ത്? ആ അങ്ങനെ തന്നെ. എന്താണ് പ്രശ്നം? അതിന്റെ അതിൽ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് പുറത്തെറിഞ്ഞു. പുറത്തളഞ്ഞാ? എടാ മെർലിന്റെ അച്ഛൻ വിൽസൺ തോമസ് മേടിച്ചു വെച്ച സാധനമൊന്നും അല്ല ഇത്. അല്ല അവനെ കുഴിപ്പുറത്ത് മേടിച്ചോളൂ സാധനമായിരിക്കും. ചേകള അടിച്ച് പൊളിച്ചായുണ്ടല്ലോ, മര്യാദയ്ക്ക് സംസാരിച്ചോളാം. അപ്പൊ ചേച്ചിക്ക് പറയാം, ഞാൻ പറഞ്ഞാലാണ് പ്രശ്നമല്ലേ? എന്തിനാണ് ഇവിടെ? അല്ലെങ്കിൽ ഇടയായിട്ട് എല്ലാവർക്കും കുറച്ച് സംസാരം കൂടുന്നുണ്ട്, ഒരു ലിമിറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ലിമിറ്റില്ല സംസാരിക്കാൻ തുടങ്ങും. പിന്നെ അറിയാല്ല ലിമിറ്റ്ലെസ് ആവും ഞാൻ. അതെ ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്നൊരു വിചാരം ആർക്കേലും ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. ആരാ ഇവിടെ ചോദിക്കാനും പറയാനും ഉള്ളത്? ഇവിടെ ആണൊരുത്തം ഉണ്ട്. ഇവിടെ പെൺഭരണം കുറച്ച് കൂടുതലാണ്. എന്തോന്ന് പെൺഭരണോ? ഇവിടെ പെൺഭരണോ ഇല്ല, ആൺഭരണോ ഇല്ല കേശു. ആൺഭരണം ഇല്ലെന്ന് നമുക്കറിയാം, പക്ഷെ പെൺഭരണം ഉണ്ട്. என்னடா கேசு பிச்சு பேயெல்லாம் சொல்லிட்டு இருக்க? உனக்கு என்ன பசிக்குதா? അതെ ഞാൻ എല്ലായിടത്തുമായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. ചേച്ചി പാറു കാര്യമായി പേര് വിളിച്ച് കളിക്കാതെ കാര്യം പറയട്ടാ. പറയാൻ പോവല്ലേ നില്ലവിടെ. അതെ എനിക്ക് എല്ലാവരുമായിട്ടൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, കേട്ടോണ്ടിരുന്നോണം. ഇവിടെ ഇപ്പൊ അച്ഛനില്ല, കുട്ടുമാമനില്ല, ആണുങ്ങൾ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയണ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കണം. മൊത്തം കേൾക്കണമെന്ന് ഞാൻ പറയില്ല, ഒരു പകുതിയെങ്കിലും കേൾക്കണം. കേട്ടല്ലോ?
കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് സമാധാനം പറയേണ്ടത് ഞാനാണ്. താൻ അതിന് സമാധാനം പറയാതിരുന്നാ പോരെ? ഞാൻ ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിച്ചിട്ട് ചുമ്മാ അതിൻ്റെ ഇടയിൽ പറയല്ലേ. അതെ, ഇവിടെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ഞാൻ അനുവാദം തന്നാൽ മാത്രം, എങ്ങനെ അനുവാദം തന്നാൽ മാത്രം പോകാൻ പാടുള്ളൂ. ഇനി മുതൽ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കണം. ഞാനാണ് ഈ വീടിൻ്റെ നിലവിലത്തെ ഗൃഹനാഥൻ. ചിരിക്കുന്നു, പുച്ഛം. അതെ, തോന്നുമ്പോൾ എങ്ങോട്ടേലും ഇറങ്ങി പോകാനും തോന്നുമ്പോൾ കയറി വരാനൊന്നും പറ്റൂല. ചേച്ചിക്ക് ആ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ട് പറയണേ, കേട്ടല്ലേ? ചോദിച്ചിട്ട് പോകണം. അനല്ലേ என்ன கேசு? ഒന്നുമില്ല. ആരെ നിക്കടേ റോട്ടിൽ നിന്ന്? ഓടാ ബോധമൊക്കെ പോയാ ഇവനെന്താണോ എന്തോ. ഭാസ്യങ്ങൾ. ഹലോ ഭാസ്യങ്ങളെ, എന്ത്? ഞാൻ ചുമ്മാ വിളിച്ചത്. ഞങ്ങളെവിടെ? ഞാൻ നിന്റെ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്. അങ്കിളവിടെ എന്തിനാണ്? ഞാൻ ഇവിടെ ചുറ്റിത്തിരിഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ പരിസരത്ത് ചുമ്മാ ചുറ്റിക്കറങ്ങണൊക്കെ അങ്കിൾ എന്തിന്? നമ്മുടെ വീട് വിട്ട ഉപഗ്രഹവും. ഉപകരണം തന്നെ അങ്ങനെ വെച്ചോ നീ. എടാ, എനിക്ക് നിന്റെ കുടുംബമാണ് വരുന്നത്, അറിയാല്ലേ കേശുവേ? അത് നമുക്ക് അറിഞ്ഞൂടെ അങ്കിളെ? എന്തൊരു പറയണേ? പിന്നെ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ കേശു? എനിക്കെന്തൊരു കുഴപ്പം? നിന്നെ ആയിത്തള വല്ലതും ചെയ്തു കളയെന്നാണ് എന്റെ പേടി. അങ്ങനെ പറ അങ്കിളെ. അങ്കിൾ ആ കാര്യം ആലോചിച്ച് പേടിക്കൊന്നും വേണ്ട. നമ്മളിടയ്ക്ക് വെച്ചൊരു മുടയൊക്കെ ഇറക്കി. ഇപ്പൊ എല്ലാം നമ്മുടെ വലയത്തിനകത്താണ്. എടേ കേശു, പിന്നെ നോക്കണം, നീ ആ മൂട് വിട്ടുകളയല്ലേ? ആ മൂട് വിട്ടുകളയല്ലേ, നീ കത്തി കയറണം. കേശു കേശു, എടേ കത്തി കയറ മക്കളെ. മാമ ഉണ്ട്, കത്തി കയറടാ മക്കളെ, വിട്ടുകൊടുക്കല്ലേ? ഓക്കെ അങ്കിളെ. ശരി അങ്കിളെ കട്ട് ചെയ്തോ. ഞാനിതൊന്ന് നോക്കിക്കൊണ്ടിരിക്കടാ. ശരിയാക്കോടാ. എന്തെന്ന് മനസ്സിലാക്കിട്ട് വേണ്ട ശരിയാക്കി. ഇപ്പൊ ചേട്ടന്റെ ഇരിപ്പ് കണ്ടാലേ അച്ഛനെ ഓർമ്മ വരുന്നു. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ വേണം, പേടിയും വേണം. ആനയെ പേടിക്കാം, പക്ഷെ ആനപ്പിണ്ടത്തെ പേടിക്കാൻ പറ്റുമോ? പച്ച ആനപ്പിണ്ടാണെങ്കിൽ പേടിക്കണം, ചിലപ്പോ ചവിട്ടി തന്നെ വീഴും. ഒന്ന് പോടേ. അമ്മായി, പിന്നെ ഇനി മുതൽ നമ്മുടെ ഹോട്ടലിന്റെ എല്ലാ പ്ലാൻസും എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണം. ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യണം. കാരണം അമ്മായിയുടെ മാത്രം ഒരു ഐഡിയയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ശരിയാവില്ല. ഇതുവരെയുള്ള എല്ലാ കാര്യവും അറിയാലോ. ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചേക്കാം കേട്ടോ. എന്താണ്? അതും അവന് പോലും അറിഞ്ഞൂടാ. അമ്മായി, നാളെ വൈകുന്നേരം നമുക്കൊന്ന് പുറത്തു പോകണം കേട്ടോ. നാളെ എവിടെ പോണം? നിന്റെ അടുത്ത് പറയണ എന്തിനാ? അത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞാ പോരെ? പോരാ, എൻ്റെ അടുത്ത് പറയണം. പറയാൻ സൗകര്യമില്ല. എന്താ ഇങ്ങനെ? എവിടെ പോണേ, എങ്ങനെ പോണേ, എപ്പോ പോണേ, എപ്പോ തിരിച്ചു വരും, ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിട്ട് പോയാ മതി. ഇല്ലെങ്കിൽ എന്താ? ഇല്ലെങ്കിലാ ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയാ മതി, അത്ര തന്നെ. വാക്കാലെ പറയണോ അത് എഴുതി തരണോ? ചിലപ്പോ രണ്ടും വേണ്ട വരും. ആണല്ലേ? ആണ്. എന്തോ അല്ല, ശരിന്ന് പറഞ്ഞതാ. ഇത് ചേച്ചി എൻ്റെ അടുത്ത് പറയാതൊന്ന് പോയി നോക്ക്. ഈ വീട്ടിന് പുറത്താണ്, എനിക്കൊന്ന് കാണണമല്ലോ. കാണാം. നമുക്ക് കാണാം. ചേച്ചിയുടെ ഈ അമിത സ്വാതന്ത്ര്യമൊക്കെ അങ്ങ് കുഴപ്പമുള്ളത് കാണിച്ചാൽ മതി, ഇവിടെ വേണ്ട. അതെന്ത് വർത്താനോടാ കേശു? என்ன இங்க பிரச்சனை? ഒരു പ്രശ്നമില്ല, കരയാതിരുന്നാ മതി. കേശുവേ, മോനെ ഇവിടുന്ന് പുറത്തൊക്കെ പോവല്ലോ, അപ്പൊ ചേച്ചിയുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് അങ്ങ് പോയാ മതി. എന്ത് കാര്യത്തിന്? ഞാൻ ആൺകുട്ടിയാണ്, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നിനക്ക് തോന്നിയ ദിവസം പോലെ വരെയും പോവുകയും ചെയ്യാമോ? അമ്മായി ചെറുതിലെ ചോദിക്കാനും പറയാനും ആരുമില്ല, ചുമ്മാ ഒന്നും ഇഷ്ടത്തിന് നടന്ന പോലല്ലേ ഇത്. അതുകൊണ്ട് ഈ കാര്യമൊന്നും പറഞ്ഞാൽ അമ്മായിക്ക് മനസ്സിലാവൂല. എനിക്ക് ഇതിൽ നല്ല നിയന്ത്രണം ഉണ്ടായിരുന്നു കേശു. அவ சொன்னது 100% கரெக்ட். அவ நல்ல பொண்ணு தெரியுமா? നല്ല പൊണ്ണ്, ചീത്ത പൊണ്ണ്, ഇതൊന്നും എനിക്കിപ്പോ ഒരു വിഷയമല്ല, കേട്ടല്ലേ? എനിക്കിപ്പോ ഒരു കാര്യം ഇവിടെ പറയാനുള്ളൂ. അച്ഛ ഇവിടെ ഇല്ല, കുട്ടുമാമൻ ഗൾഫില്, അളിയനും ഗൾഫില്. അതുകൊണ്ട് ഇപ്പൊ നിലവിലുള്ള ആൺതരി ഞാൻ മാത്രമാണ്. ഞാൻ പറയണ കാര്യങ്ങൾ കേട്ടങ്ങ് ജീവിച്ചാ മതി. പിന്നെ കേശുവേ, എന്തോ മിണ്ടാതിരി. ഇവിടെ കലി വന്നിട്ടിരിക്കുകയാണ്, സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ കേശോ നടന്ന് വിളിച്ചോണ്ടിരിക്കണ എന്തിന്? ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും ഇറങ്ങൂല. ഇല പോലും അനങ്ങൂല. എല്ലാം കൂടെ കൂടുതൽ മുട കാണിച്ചാലേ ഞാൻ അച്ഛനെ വിളിച്ചു പറയും. ഇവിടെ നടന്നേക്ക് 1-9 ഞാൻ വിളിച്ചു പറയും. അച്ഛനെ മാത്രമല്ല അമ്മയും വിളിച്ചു പറയും. പിന്നെ നടക്കണ എന്താണെന്ന് അറിയാമല്ലോ. ഇവിടെ എല്ലാരും പറയും, ഇവിടെ ആൺകോയ്മ പോലെ ആൺകോയ്മ. ഇവിടെ നടക്കണത് പെൺഭരണമാണ്. നാട്ടുകാർ വരെ പറയാണ് പെൺഭരണമാണ് വീട്ടിലെന്ന്. പറഞ്ഞാൽ നല്ലൊരു ആളുണ്ടായിട്ട് കൊള്ളാം. ഇനി ഇവിടെ ഇതൊന്നും നടക്കൂല.
ഈക്വാലിറ്റി പോലും ഈക്വാലിറ്റി. പെൺഭരണം എന്നിട്ട് പെൺഭരണം. ഇവനതെന്ത്? ഓ ബാസങ്ങളെ, ഇപ്പം നമ്മളെ കണ്ട എല്ലാരും ഒന്ന് വിറയ്ക്കും. പിന്നെ വിറച്ചിക്കാണ്, മൂട്ടടിക്കൂലേ. ഇനി ഈ വീട്ടില് ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവും. അതൊക്കെ അത്രേ ഉള്ളൂ. പങ്കിള് ഫോൺ പോയി, ഞാൻ കുറച്ച് ദേഷ്യത്തിരിക്കുകയാണ്. പാറോ പാറേ, എന്താ ഏട്ടാ? അടുക്കള എന്തര്? അടുക്കള സംസാരിച്ചോണ്ടിരിക്കുന്നു. അടുക്കളയിൽ എല്ലാരും കൂടെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അവിടെ നീ എന്തിനാണ് പോയി നിന്നേന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഡേയ്, പഠിക്കേണ്ട സമയത്ത് പഠിക്കാനുള്ളതിന് അവിടെ പോയി സംസാരിച്ചോണ്ടിരിക്കണം. നിന്നെ ഉണ്ടല്ലോ എന്നെ ഞാൻ എന്താണോ നിനക്ക്? കൊച്ചിനെ തല്ലിയിട്ടല്ലോ. ആര് തല്ലിയെന്ന്? നിങ്ങൾക്ക് എന്തര്? നിനക്കെന്ത്? നിനക്ക് എന്തെന്ന് പ്രശ്നം? പ്രശ്നമല്ലേ? നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ വലിയവർ അവരവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. അത് പോയി കേട്ടോണ്ട് എവിടെയെങ്കിലും ചെന്ന് പറയാനാണ് നിന്റെ പാവമെങ്കിൽ. ചേച്ചി, കൊച്ചവിടെ അടുക്കളയിൽ നിന്ന് നിങ്ങൾ സംസാരിച്ചിങ്ങനെ കേൾക്കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവൾ അവിടെ പിടിച്ച് നിർത്തുന്നത്? ഓട്ടിക്കണ്ടേ? പഠിക്കേണ്ട പ്രായമുള്ള കൊച്ചല്ലേ ഇത്? ഡേയ്, വളർന്നു പറഞ്ഞൊരു കുട്ടിയാണ് നീ. നിനക്ക് എന്താടാ? വേണ്ടേ വേണ്ടേ ലച്ചു ചേച്ചി വേണ്ടേട്ടോ. അത് ആരുടെ നേരെ കൈ ചൂണ്ടണേ? கேசு பெரியவாள்கிட்ட கை சூண்டுறது தப்பு. എന്താണോ നിനക്ക്? നിന്നെ ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്താ? ബ്രെയിൻ ഉണ്ടെങ്കിലല്ലേ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റൂ. കൊച്ചേ, ഞാൻ പറഞ്ഞ് നീ ചെറുതാണ്, അത് നിനക്ക് ഓർമ്മ വേണം. ഡേയ്, ഈ മരവാഴയോട് സംസാരിച്ചോണ്ട് നമ്മളെ സമയം പോവും. നീ വാ, നമുക്ക് പോവാ. അങ്ങോട്ട് പോണ്. തോന്നിയെടുത്ത് പോകും. നിനക്കെന്ത്? അങ്ങനെ ഈ വീട്ടിൽ നിന്ന് തോന്നിയിടത്ത് ആർക്കും പോവാൻ പറ്റൂലല്ലോ. കാണണോ? കാണണം. കാണണം കാണണം കാണണം. അമ്മായി, കൊറേ നേരം ഞാൻ സഹിക്കണു. ഞാനും. ഇനി എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് പറ്റൂല. ആണ് പെണ്ണ്. പറവാസിയങ്ങളെ കേശവോട്ട് ഞാൻ ലച്ചുവാ. വാസ്യങ്ങളുടെ ഒരു പുരുഷൻ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അവന്റെ നിലവിളി കേക്കണോ? അടുത്തത് ഇനി ബാസ്യങ്ങളുടെ ആയിരിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് വെച്ചിട്ട് പോ. മതിയായ? സന്തോഷായ? കഴിഞ്ഞ നിന്റെ ആട് പെണ്ണെന്നുള്ള വർത്താനമൊക്കെ? ഞാൻ അങ്ങനെ ആണ് പെണ്ണെന്നൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ. പിന്നെ എനിക്ക് ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരെ ഭയങ്കര ബഹുമാനമാണെന്ന്. അവര് സൂക്കിടുമല്ലേ, സൂപ്പർ അല്ലേ, സൂപ്പർ വുമൻസ്. ആണോ? സൂപ്പർ വുമൻസാ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സൂപ്പർ വുമൻസ് എല്ലാരും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കറങ്ങി അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു വരാം. സൂപ്പർമാനെ ഇവിടെ ജെട്ടി ഇട്ടോണ്ടിരിക്കുക. ബാൻഡി ആണാണെങ്കിൽ ഇതിന്ന് രക്ഷപ്പെടും. ബാൻഡി ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സിൽ.